ഹായ്, നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാം. നല്ല മഴ. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണത്തിന് വേണ്ടി പോയി. കല്യാണത്തിനും പോയി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോയത് ഞങ്ങൾ നേരെ പ്ലാനറ്റോറിയാണ് കേട്ടോ. വഴി മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അഞ്ചൂട്ടൻ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും പ്ലാനറ്റോറിയത്തിനകത്ത് കയറണമല്ലോ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അവിടെ 3D ഷോ ഉണ്ടായിരുന്നു. 3D ഷോയും കണ്ടു. അംജൂട്ടനോട് കുറേ പറഞ്ഞു കേട്ടോ, കണ്ണട വെച്ചിട്ട് കാണ്. പക്ഷെ അവൻ കേട്ടില്ല. അവൻ ആ കണ്ണട ഊരിയിട്ടാട്ടോ കണ്ടത്. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ണാടി എന്തൊക്കെയൊക്കെ, അതിലൊക്കെ പോയി ചുറ്റിക്കണം. അവിടെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. മ്യൂസിയം പോലെ പല ഐറ്റംസ് സംഭവങ്ങളും, മറ്റേ മുള്ളാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ചിട്ടുള്ള കട്ടില്, തൈ കട്ടില് കേട്ടോ. ഇത് മറ്റേ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ ഇങ്ങനെ ആയി കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിള്ളേർ സെറ്റ് മൊത്തം അതിന്മേലും. ഇവിടെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ട് മീനുകൾ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അവിടെയും ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ടു. കണ്ടോ മീനുകൾ എന്തൊരു ഭംഗി. പിന്നെ ഇതുപോലുള്ള ഐറ്റംസ്, ഗെയിംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഐറ്റംസ് എന്തിനാന്ന്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പഗതി നൂഡിൽസ് ആണ് കേട്ടോ. സ്പഗതി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് അത് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം തിളച്ച വെള്ളത്തിലേക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അതിനു മുമ്പ് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കിടക്കാച്ചി നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടമാന സാധനങ്ങൾ മൊത്തം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.